പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുറത്ത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓറഞ്ച് ടീ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഒരു ബൗളിലേക്ക് അതിൻ്റെ വെള്ള മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ടയുടെ വെള്ള മാത്രം ബീറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പം മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനിയും ഇതിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പം ഇതുപോലെ ആട്ടോ ചെയ്തെടുക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുകയും ചെയ്യും. മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കേക്ക് നല്ല സ്പോഞ്ചി ആയി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ കിട്ടണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാട്ടോ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നത്. ഈ ഒരു ബാറ്റർ നല്ല വെള്ള കളർ തന്നെ ആയി കിട്ടണം. അതുവരെ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ല വൈറ്റ് കളർ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരുപാടങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ലോ സ്പീഡിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്ററിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. 3 തവണ അരിച്ചെടുത്തതാണ്. കൂടെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണ്. ഇനിയും ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ വിസ്ക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഫ്ലോർ ഇതിലേക്ക് മുഴുവനെ ചേർത്ത് കൊടുക്കാതെ ബാച്ചസായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിപ്പോകും. ഇതുപോലെ സ്പാച്ചില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി, ലോ സ്പീഡിൽ ഇട്ടിട്ട്. വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് സ്പീഡിൽ ഇട്ട് കുത്തി ഇളക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്ക് പെർഫെക്റ്റായി കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പം നല്ല പഴുത്ത പുളിയില്ലാത്ത ഓറഞ്ച് ജ്യൂസ് തന്നെ വേണം എടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ സ്കിൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓറഞ്ചിൻ്റെ സ്കിന്ന് എടുക്കുമ്പം ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വൈറ്റ് പോർഷന് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു കയ്പ്പ് ഉണ്ടാവും. എന്നിട്ടിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ ഓറഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആട്ടോ എടുത്തേക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നട്ട്സ്, ചെറിയൊക്കെ വേണമെങ്കിലും ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ് ആട്ടോ ഇത് ബേക്കായി കിട്ടാൻ വേണ്ടി എടുത്ത സമയം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആട്ടോ ഇത്. നമ്മളിതിലേക്കുള്ള ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പം നല്ല പഴുത്ത ഓറഞ്ചിൻ്റെ ജ്യൂസ് തന്നെ വേണം എടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും നല്ലൊരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഓറഞ്ചിൻ്റെയൊക്കെ സീസണല്ലേ, എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയും വൈകിട്ടത്തെ ചായയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഓറഞ്ച് ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്.
എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്